കോടതിയിൽ നിന്ന് അടിയേറ്റോ എന്നാണ് ചോദ്യം. മധു, CMRLന്റെ എതിരായിട്ടുള്ള ED അന്വേഷണം തുടരാം. നിലവിൽ നിന്ന് സുപ്രീം കോടതിയിൽ പോയാലും മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് നിയമവിദഗ്ധർ കരുതുന്നില്ല. കാരണം ഇതൊരു പ്രിലിമിനറി ഇൻക്വയറിയാണ്, അതൊരു ഇൻവെസ്റ്റിഗേഷനാണ്. അതിൽ ഒരു ഷെഡ്യൂൾ ഒഫൻസ് ഇതുവരെയും FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പക്ഷെ ഒരു ECIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ട് സിവിൽ നടപടിക്രമങ്ങൾ തുടരാം EDക്ക്. അപ്പോൾ ഇത് കോടതിയിൽ നിന്ന് അടിയാണോ? കോടതിയിൽ നിന്ന് ഇന്ന് EDക്ക് അനുകൂലമായൊരു നിലപാട്, അതായത് പ്രാഥമിക അന്വേഷണം നടത്താനുള്ള ഒരു അനുമതി ED പോലൊരു അന്വേഷണ ഏജൻസിക്ക് കിട്ടുകയാണ്. ഇത് ആർക്കൊക്കെ തിരിച്ചടിയാകും എന്നുള്ളത് സ്വാഭാവികമായും ഈ കേസിന്റെ അന്വേഷണ പുരോഗതിയിൽ തന്നെ നമ്മൾ കണ്ടറിയേണ്ടുന്ന ഒന്നാണ്. അതിലാരെയും ഈ അന്വേഷണം നേരായ രീതിക്കാണ് പോകുന്നതെങ്കിൽ, അപ്പോഴും പറയുന്നു ED അങ്ങനെ നേരായ രീതിക്ക് പോയ ചരിത്രം എത്ര ശതമാനമുണ്ട് എന്ന ചോദ്യത്തിന് നമുക്കാർക്കും വളരെ ഗംഭീരമായ ഉത്തരം നൽകാനില്ല. നേരായ രീതിക്കാണ് പോകുന്നത് എങ്കിൽ അതിലാർക്കൊക്കെയാണ് തിരിച്ചടിയെന്ന് നമ്മൾ കണ്ടു തന്നെ അറിയണം എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ പ്രാഥമികമായി എനിക്ക് പറയാനുള്ളൊരു കാര്യം, എക്സാലോജിക് CMRL പണമിടപാടുമായി ബന്ധപ്പെട്ട് അത് ഏറ്റവും സുതാര്യമായും അതേറ്റവും കാര്യക്ഷമമായും അത് യാതൊരു ക്രമക്കേടും ഇല്ലാതെയാണ് നടന്നത് എന്ന് വിശ്വസിക്കുന്ന, പൂർണ്ണാർത്ഥത്തിൽ വിശ്വസിക്കുന്ന, രാഷ്ട്രീയമായ സമ്മർദ്ദം കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയമായ താല്പര്യം കൊണ്ടോ രാഷ്ട്രീയമായ പ്രതിരോധം കൊണ്ടോ ആ നിലപാടെടുക്കുന്നവരെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഡോക്ടർ അരുൺകുമാർ തന്നെ പറഞ്ഞു ഈ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട് അതിലൊരു എക്സസ് എമൗണ്ട് ഉണ്ട് എന്ന കാര്യം. അപ്പോൾ ആ നിലയ്ക്ക് ഇത് പൂർണ്ണാർത്ഥത്തിൽ സുതാര്യമാണ്. ഇതിങ്ങനെ ഈ നമ്മുടെ സെക്രട്ടേറിയറ്റിൻ്റെ വാർത്താക്കുറിപ്പ് തുടങ്ങുന്നത് പോലെ രണ്ട് കമ്പനികൾ തമ്മിലുള്ള വളരെ സുതാര്യമായ ഒരു ഇടപാട് എന്ന നിലയ്ക്ക് കാണുന്ന ആരെങ്കിലും ബാക്കിയുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അതൊരു നിയമപരമായ നടപടിയാണ്. അതിൽ ആരോപണ വിധേയരുണ്ട്. ഈ ഇൻകം ടാക്സ് ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലേക്ക് പോയത് CMRL ആണ്. അവരവിടെ പോയി പറഞ്ഞത് ഈ പറയുന്ന ഇത്രയും തുകയില്ല, ഇത്രയും തുക അങ്ങനെയല്ല ചെലവഴിച്ചത്, അതുകൊണ്ട് അതിൽ 70% തുക അനുവദിച്ചു നൽകുകയും 30% എക്സസ് ആണെന്ന് കണ്ടെത്തി അതിനുതകുന്ന തരത്തിലുള്ള പിഴ അടയ്ക്കുകയും ചെയ്ത കേസാണ് അല്ലേ? അപ്പോൾ സ്വാഭാവികമായും അതിലാണ് ഈ പറയുന്ന ഈ 1.78 എന്ന് പറയുന്നത് ഇൻക്ലൂഡഡ് അല്ല എന്ന് തീരുമാനമെടുക്കുകയും ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്രയും പണം ചിലവഴിച്ചു, അതായത് പ്രോപ്പർ ചാനലിൽ ചിലവഴിച്ചു എന്ന് CMRL കണക്ക് കാണിച്ചത് എന്തിനായിരിക്കും? ഇൻകം ടാക്സ് അടയ്ക്കാതിരിക്കാൻ എന്നുള്ളതാണല്ലോ പ്രോപ്പറായി ചെലവഴിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ കള്ളപ്പണമുണ്ടോ എന്ന് EDക്ക് അന്വേഷിക്കാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ കോടതിയുടെ നിലപാടായി വന്നിരിക്കുന്നത്. അതിൽ ഒരു പ്രൈമറി, അങ്ങ് പറഞ്ഞതുപോലെ വളരെ പ്രൈമറി ആയിട്ടുള്ള അന്വേഷണം നടത്താൻ പാടില്ല എന്നൊരു നിലപാടെടുക്കുന്നിടത്താണ് നമ്മൾ ഈ വഴുവഴുപ്പുള്ള നിലത്തിൽ നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. CPMനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ ദിവസം നമ്മൾ തിരുവനന്തപുരത്ത് കണ്ടത് നിലയില്ലാത്ത ഒരു സമര പരമ്പരയായിരുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അന്വേഷണം തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങൾ ഇനി ഉണ്ടാകില്ല എന്ന് ഇന്നത്തെ കോടതി ഉത്തരവിന്റെ പശ്ചാത്തലത്തിൽ കൂടി തീരുമാനമായിരിക്കുന്നു. സുപ്രീം കോടതിയിലേക്ക് പോകുമായിരിക്കും, സംശയമൊന്നുമില്ല. അത് ഈ ഹൈക്കോടതിയിലേക്ക് പോകാനുള്ള ഏറ്റവും അടുത്ത നിമിഷം തന്നെ CMRL പോയല്ലോ. അവരതിന്റെ പരമാവധി സാധ്യതകൾ തേടും, അതിൽ തർക്കമൊന്നുമില്ല. കാരണം അവർ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന, അന്വേഷണം നേരിടുന്ന, അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ കരിമ്പട്ടികയിലേക്ക് പോകാവുന്ന, ഇങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്ന ഒരു പാർട്ടിയാണ്. അവരതിൻ്റെ, അതായത് ആ കേസിലെ ഒരു പാർട്ടിയാണ്. അവരതിൻ്റെ പരമാവധി പോകും. അത് CPM വേണ്ടതുണ്ടോ എന്നുള്ളതാണ് രാഷ്ട്രീയമായ, നേരത്തെ സുനിൽ സാർ പറഞ്ഞതുപോലെ രണ്ട് തലങ്ങളുണ്ടല്ലോ. അപ്പോൾ രാഷ്ട്രീയമായ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇത് ഇനി സുപ്രീം കോടതിയിലേക്ക് പോകാനുള്ള സാവകാശം ഇന്ന് കോടതി കൊടുക്കാൻ തയ്യാറായില്ല. അതാണ് CMRL ഇന്ന് നേരിട്ട രണ്ടാമത്തെ തിരിച്ചടി എന്ന് പറയുന്നത്. ED ഇനി സുപ്രീം കോടതിയിലേക്ക് പോകുമെന്നുറപ്പാണ്. ആ ഗ്യാപ്പിൽ സമൻസ് അടക്കമുള്ള കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. EDയുടെ മുന്നിൽ ഇനി അറസ്റ്റിനുള്ള സാധ്യതയില്ല, സിവിൽ നടപടികൾ മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ സമൻസ് അയക്കുക, കാര്യങ്ങൾ അന്വേഷിക്കുക തുടങ്ങിയ ഇടത്തേക്ക് ED മുന്നോട്ട് പോകും. EDക്ക് അതിനുപോലുമുള്ള സാവകാശം ഈ കഴിഞ്ഞ കുറേ കാലമായി ഇത്തരത്തിലുള്ള കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ സുപ്രീം കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് പരമാവധി ഒരു പക്ഷേ സമൻസ് അയക്കും എന്നുള്ളതാണ് നമുക്കൊക്കെ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. അയക്കുകയാണെങ്കിൽ അയക്കട്ടേന്നേ, നിയമപരമായി ഒരു അന്വേഷണം നടത്തുകയാണ് ഒരു ഏജൻസി. ഇതിൽ മടിയിൽ കനമില്ല, പേടിക്കാനില്ല. ഇപ്പം മുഖ്യമന്ത്രി തന്നെ അന്ന് ഈ റെയ്ഡിന് ശേഷം പുറത്തിറങ്ങി വന്ന് ഇത്തരം നടപടികളുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ പേടിപ്പിക്കാൻ കഴിയില്ല എന്നാണല്ലോ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം അതിനുശേഷം വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ എന്നോടൊന്നും ചോദിച്ചില്ല എന്നാണല്ലോ പറഞ്ഞത്. പുറത്ത് എന്തൊക്കെയായിരുന്നു? പുറത്ത് അദ്ദേഹത്തെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊരു ആരോപണം ഉന്നയിച്ചു. പുറത്ത് അദ്ദേഹത്തുമായി ആശയവിനിമയം നടത്താൻ ആരെയും അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തോടൊന്നും ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ക്ലാരിഫിക്കേഷൻ പാർട്ടി തന്നെ നേരത്തെ വ്യക്തമാക്കിയ ഒരു കാര്യമാണ്. എന്താണ്? രണ്ട് വ്യക്തികൾ തമ്മിലുള്ള, രണ്ട് കമ്പനികൾ തമ്മിലുള്ള സുതാര്യമായ ഒരു കരാർ,
ആ നിലയ്ക്കതിനെ കൈകാര്യം ചെയ്യണമായിരുന്നു പിന്നീടും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടി ഇങ്ങനെ പ്രതിരോധത്തിൽ പോകില്ലായിരുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പം ഈ വാദം ആരുടേതായിരുന്നു? ഒരു ഷെഡ്യൂൾഡ് ഒഫൻസ് ഇല്ല എന്ന വാദം ആരുടേതായിരുന്നു? അത് CMRLൻ്റെതാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ CMRL ഈ കാര്യത്തിൽ പ്രതിരോധത്തിലാണ്. അവർ നിയമപരമായ എല്ലാ സാധ്യതകളും ഉന്നയിക്കും, അവർ നിയമപരമായ എല്ലാ വാദങ്ങളും ഉന്നയിക്കും. അത് കോടതികളിൽ ജയിക്കുകയോ പരാജയപ്പെടുകയോ ചെയ്യും. പക്ഷേ അവരാ പോകുന്നത് എക്സാലോജിക്കിന് വേണ്ടിയും വീണയ്ക്കും വേണ്ടി കൂടിയാണ് എന്ന ഭാഷ്യമുണ്ടാകുന്നത് ഇതിനെ പ്രതിരോധിക്കാൻ ഒരു പാർട്ടിയും അതിൻ്റെ സംവിധാനങ്ങളും ഇറങ്ങി പുറപ്പെടുമ്പോഴാണ്. ഇപ്പോൾ PMLA ആക്ടിൻ്റെ ഈ പറയുന്ന പ്രൊവിഷൻസിൽ അതിൽ വളരെ നമുക്ക് എല്ലാവർക്കും അതിൽ എതിർപ്പുണ്ട് അല്ലേ? PMLA ആക്ട് അതിൻ്റെ പ്രൊവിഷൻസുമായി ബന്ധപ്പെട്ട് നമുക്ക് എല്ലാവർക്കും അതിൽ എതിർപ്പുണ്ട്. അത് ആളുകളുടെ മൗലികാവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നതുപോലുമുണ്ട്. പക്ഷേ എന്ത് ചെയ്യും? അതൊരു സാഹചര്യമാണ് ഇവിടുത്തെ ഒരു സാഹചര്യമാണ്. അതിനെതിരെ നമുക്ക് നിയമപരമായി മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നുള്ളതാണ്. ഇതൊരു തീർപ്പാക്കിയ കേസ് എന്ന നിലപാട് ഇന്ന് കോടതിയിൽ പോവുകയും ചെയ്തല്ലോ. കാരണം ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡ് തീർപ്പാക്കിയ ഒരു കേസും EDയുടെ അന്വേഷണവുമായി ബന്ധപ്പെട്ട് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ഒരു കാര്യം ഈ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ EDക്ക് അവരുടെ വിവേചനാധികാര പ്രകാരം കേസെടുക്കാം എന്നുകൂടിയാണ് തീരുമാനം വന്നിരിക്കുന്നത്. ഇനി EDക്ക് മുന്നിൽ കടമ്പകളില്ല എന്നത് അവിടെയാണ്. ഇന്ന് മറ്റൊരു കാഴ്ച നമ്മൾ കണ്ടു. അതിനാടകീയമായ രാഷ്ട്രീയ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ട അതേയിടം മുഖ്യമന്ത്രിയുടെ ബേക്കറി ജംഗ്ഷനിലെ വസതിക്ക് മുന്നിൽ ഇന്ന് പോലീസുകാർ ആ കേസിലെ 5 പ്രതികളുമായി തെളിവെടുപ്പിന് പോയി. ഒരു മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല. അന്ന് എത്ര പേരുണ്ടായിരുന്നു? അന്ന് അവിടെ നേതാക്കളുണ്ടായിരുന്നു, അന്ന് അവിടെ അണികളുടെ ബാഹുല്യമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം PR സുനിൽ പങ്കുവെച്ചൊരു ചിത്രമുണ്ടല്ലോ, ED അന്വേഷിക്കാൻ പോയ വീടും ED കേസിൽ പെട്ട ആളുകളുടെ വീടും എന്ന് പറഞ്ഞൊരു ചിത്രം പങ്കുവെച്ചല്ലോ. അത് യാഥാർത്ഥ്യമാണോ എന്ന് എനിക്കറിയില്ല. അവിടെ പക്ഷേ നേതാക്കൾ പോയിരിക്കുന്നുണ്ട് അല്ലേ? എന്നിരുന്നാൽ പോലും ഒന്ന് ആലോചിച്ച് നോക്കൂ, 10-26 യുവാക്കൾ, പാർട്ടിയുടെ അണികൾ, പാർട്ടി പറഞ്ഞാൽ പാർട്ടി പ്രതിരോധത്തിലാണെന്ന് തോന്നുന്ന നിമിഷം മുൻപിൻ നോക്കാതെ ചാടിയിറങ്ങുന്ന മനുഷ്യർ വികാരപരമായ പ്രകടനമാണ് അവിടെ നടത്തിയത്. ഇന്ന് അവരെല്ലാവരും വലിയ നിയമക്കുരുക്കിലേക്ക് പോവുകയാണ്. സത്യം പറഞ്ഞാൽ EDയെ പ്രൊവോക്ക് ചെയ്യുക കൂടിയാണ്. EDയുടെ ഉദ്യോഗസ്ഥർ കേരളത്തിൽ വന്ന് അടിയേറ്റ് തിരിച്ചു പോകേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്നതുകൂടിയാണ്. നമുക്ക് ആർക്കും 100% വിശ്വാസമില്ലല്ലോ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുന്ന ഒരു ഏജൻസി എന്ന നിലയ്ക്ക്. അപ്പോൾ EDയെ പ്രകോപിപ്പിക്കുക കൂടിയാണ് ചെയ്തത്. ഇനി വരുന്ന നിയമപ്രക്രിയ മുഴുവനും ഈ ചെറുപ്പക്കാരടക്കമുള്ളവർ നേരിടേണ്ടി വരുന്നു. അതിൽ SFIക്കാരായ വിദ്യാർത്ഥികളുണ്ട്, അവർ പഠനം പോലും പൂർത്തിയായിട്ടില്ല, അവർക്ക് എത്ര കണ്ട് മുന്നോട്ട് പോകാം എന്നറിയില്ല. DYFIക്കാരായ വിദ്യാർത്ഥികളുണ്ട്, അവർക്ക് നാളെ പുറത്തേക്ക് പോവുകയോ സർക്കാർ ജോലിയിലേക്ക് പ്രവേശിക്കുകയോ ഒക്കെ ചെയ്യണമെങ്കിൽ ഈ കേസ് അവിടെ കിടക്കും. ഇത് എന്ന് തീരുമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രശ്നങ്ങൾ വ്യക്തിപരമായി ഓരോരുത്തരും ഏറ്റെടുക്കുന്ന എന്തിൻ്റെ പശ്ചാത്തലത്തിലാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം KJ ജേക്കബ് ഒരു ഫേസ്ബുക്ക് കുറിപ്പ് എഴുതിയിട്ടുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്. തിരഞ്ഞെടുപ്പ് പരാജയം CPMനെ അടിമുടി ഉലച്ചു കളഞ്ഞിട്ടുണ്ട്. പാർട്ടിയെ അതിന് പോകാൻ കഴിയുന്ന ഏറ്റവും വലിയ പരിതാപാവസ്ഥയിലേക്ക് പോയിരിക്കുന്നു എന്നൊരു വെളിപ്പെടുത്തലുണ്ട്, എന്നൊരു വിചാരമോറ്റോ ഓരോ പാർട്ടി അണികൾക്കുള്ളിലും ഉണ്ടായിട്ടുണ്ട്. അവിടെ നിന്ന് പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവായി ഉയർത്തിക്കാണിക്കാനുള്ള തീരുമാനത്തിനെതിരെ അടക്കം CPMന്റെ ഓരോ ഘടകങ്ങളിൽ നിന്നും അതിനെതിരെയും പാർട്ടി സെക്രട്ടറിക്കെതിരെയും നിശ്ചിതമായ വിമർശനങ്ങളും ശുദ്ധീകരണവും മറ്റ് പല ആ തരത്തിലുള്ള ഒരു വലിയ മൂവ്മെന്റിന് തുടക്കം കുറിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അതവിടെ നിന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചു, അതവിടെ നിന്നു. ഇനി പിണറായി വിജയനെതിരെ വിമർശനമില്ല, ഇനി പാർട്ടി സെക്രട്ടറിക്കെതിരെ വിമർശനമില്ല. പ്രോസസ് അവിടെ നിന്നു ED അന്വേഷണവുമായി ബന്ധപ്പെട്ട്. എന്നിട്ട് എന്താണ് സംഭവിക്കുന്നത്? അതിന് പിന്നാലെ ഇതിന് ഒരു വലിയ രാഷ്ട്രീയ പ്രതിരോധം, അതായത് തിരഞ്ഞെടുപ്പ് പരാജയമേറ്റ് ആ പരാജയത്തിൽ ഏറ്റവും താഴേക്ക് പോയൊരു പാർട്ടിയെ വീണ്ടും തീർക്കാനാണ് ED വന്നത് എന്നൊരു ചിന്തയിൽ നിന്ന് അതിനെ പ്രതിരോധിക്കാനുള്ള, അതിനെ കായികമായി പോലും വേണമെങ്കിൽ പ്രതിരോധിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലേക്ക് പാർട്ടി അണികൾ ചെന്നു നിന്നു. അവിടെ നിന്നാണ് അവർ ആ ED വാഹനം പുറത്തേക്ക് വരുന്ന സമയത്ത് ആരുടെയും ആഹ്വാനമില്ലാതെ ഒരുപക്ഷെ ആക്രമണത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. പക്ഷേ KJ ജേക്കബ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? CMRൽ നിന്ന് ഈ പണം അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഫേസ്ബുക്കിൽ കുറിച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം എഴുതുന്നത്. CMRൽ നിന്ന് ഈ പണം കൈമാറ്റം ചെയ്ത് വാങ്ങുന്ന സമയത്ത് ഒരുപക്ഷെ വീണ ആ പാർട്ടിക്കാരനെ കുറിച്ച് ഓർത്തിട്ടുണ്ടാകില്ല എന്ന്. പാർട്ടി പ്രതിരോധത്തിൽ നിൽക്കുന്ന സമയത്ത് സ്വന്തം സൗകര്യങ്ങളോ വീട്ടിലിരിക്കുന്നവരെയോ നാളത്തെ ജോലിയോ ഭാവിയോ കാണാതെ ഇറങ്ങി പുറപ്പെടുന്ന കുറേ മനുഷ്യനുണ്ടല്ലോ, അവരെക്കുറിച്ച് ഒരു പക്ഷേ ആലോചിച്ചിട്ടുണ്ടാകില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പോസ്റ്റ് അവസാനിപ്പിക്കുന്നത്. ഞാൻ KJ ജേക്കബിനൊക്കെ കോട്ട് ചെയ്യുന്നത് അവർ ഇടതുപക്ഷത്തിന് വേണ്ടി എഴുതുകയും പറയുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ പശ്ചാത്തലത്തിൽ കൂടിയാണ്. അപ്പോൾ വൈകാരികമായി കൂടിയാണ് ആ പ്രതികരണം ഉണ്ടായത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ AK ബാലൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അന്വേഷണം ഉണ്ടാവട്ടെ, ഇനി ആർക്കെങ്കിലും എതിരെ എന്തെങ്കിലും സംഭവിക്കുകയാണ് എങ്കിൽ ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കട്ടെ എന്ന്. അല്ലേ? ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചോട്ടേന്നേ. ഉപ്പ് തിന്നാത്തവൻ എന്തിന്, കടലുപോലും കാണാത്തവൻ എന്തിനാണ് മുങ്ങിച്ചാവുന്നത് എന്നെനിക്ക് മനസ്സിലാകുന്നില്ല. അപ്പോൾ ഈ കേസിനെ അത് പാർട്ടി ഇടപെടേണ്ടതായിരുന്നു എന്ന കാര്യത്തിൽ നമുക്കൊക്കെ വിമർശനമുണ്ട്. പക്ഷേ ന്യായീകരിക്കാനാണെങ്കിലും കൊടുത്ത വാർത്താക്കുറിപ്പിലെ ആദ്യത്തെ വരിയുണ്ടല്ലോ, അത് 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടാണെന്ന്. അത് ആ നിലയ്ക്ക് വിട്ടിരുന്നെങ്കിൽ ഇത് ഈ നിലയ്ക്ക് വഷളാകില്ലായിരുന്നു. ഓക്കെ. Meet the editors.